Children, in our last class we finished chapter number 2. So we will quickly revise what we studied in chapter number 2. Okay, we studied about family, right? So family in the parnal endana a group of individuals who live together in a same house, right? Yes, so the father and mother are called what? Parents. Okay, so each individual in a family, they are called family members, correct? So then we studied about family tree, right? Family tree endana, it's a pictorial representation of all the members in a family. Okay, then we studied about amazing twins. Twinsine പറ്റി നമ്മൾ പഠിച്ചു അല്ലേ? What are identical twins and what are fraternal twins? Okay, so identical twins, two siblings will be looking exactly the same. Okay, so ഒരു പാരന്റ്സിന്, ഒരു ഫാദറിനും മദറിനും ഒരേ സമയം ഉണ്ടായ കുട്ടികളെയാണ് who looks similar, ഒരേ മാതിരിയുള്ള ലുക്കുള്ള കുട്ടികളെയാണ് നമ്മൾ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. So either a boy or a girl or girl. So fraternal twins endana, these two siblings will not look alike alle, ഒരേ മാതിരി ഉണ്ടാവില്ല, they will be different. ഒരേ പാരന്റ്സിന് ഉണ്ടായ കുട്ടികളായിരിക്കും, പക്ഷെ അവര് കാണാൻ രണ്ട് തരത്തിലായിരിക്കും അല്ലേ? So that they may be a boy, girl or a boy or girl. Okay, ആണും പെണ്ണും അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അങ്ങനെ ഉണ്ടാവും അല്ലേ? Then we studied about changing families. എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഫാമിലിയിൽ ചേഞ്ച് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചു. Due to what? Natural calamities like earthquake, tsunami, cyclone, flood. ഇതൊക്കെ നമ്മുടെ ഹൗസിന് ഡാമേജ് ഉണ്ടാക്കുമ്പോൾ we are forced to shift. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറാൻ നമ്മൾ നിർബന്ധിതരാവും അല്ലേ? ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിക്ഷോഭം കൊണ്ട് നമ്മുടെ വീട് നശിച്ചു പോകുമ്പോൾ നമ്മുടെ ഫാമിലി ഷിഫ്റ്റ് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകും. സോ ദിസ് ഈസ് ദ വൺ ഓഫ് ദ റീസൺ ഇൻ ചേഞ്ചിങ് ഫാമിലീസ്. പിന്നെ എന്താണ്? വെഡ്ഡിങ്സ്. ഒരു കല്യാണം ഒരു വീട്ടിൽ നടക്കുമ്പോൾ ഒരു പുതിയ മെമ്പർ ആ വീട്ടിലേക്ക് വരികയാണ് അല്ലേ? സോ ദ ഫാമിലി നമ്പർ ഇൻക്രീസ്. ഓക്കെ, സോ ദെൻ വാട്ട്? ബർത്ത്. ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവിടുത്തെ ഫാമിലി മെമ്പേഴ്സ് നമ്പർ ഇൻക്രീസ് ചെയ്യാണ്. പിന്നെ എന്താണ് റീസൺ? റീലൊക്കേഷൻ. നമ്മളൊരു പുതിയ ജോലി കിട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്. സോ ദീസ് ആർ ദ റീസൺസ് വൈ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ഫാമിലി. ഒരു ഫാമിലിയിൽ എന്തൊക്കെ റീസൺ കൊണ്ടാണ് ചേഞ്ച് ഉണ്ടാവുന്നതാണ് നമ്മൾ പഠിച്ചത്. ദെൻ വി സ്റ്റഡീഡ് അബൌട്ട് ഹും സം സ്പെഷ്യൽ പീപ്പിൾ ഹു നീഡ് സ്പെഷ്യൽ കെയർ ആൻഡ് ലവ് അല്ലേ? കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, അവർക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് കെയറും ലവും ഒക്കെ കൊടുക്കണം. ആർക്കൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചത്? എൽഡർലി പീപ്പിൾ, വയസ്സായ ആൾക്കാർക്ക് അല്ലേ? സോ ഗ്രാൻഡ് പാരന്റ്സ് ആർ വെരി ഓൾഡ്, ദേ നീഡ് സ്പെഷ്യൽ കെയർ ആൻഡ് ലവ്, റൈറ്റ്? സോ എങ്ങനെയൊക്കെ നമുക്ക് അവർക്ക് കെയർ കൊടുക്കാൻ പറ്റും? അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വെൻ ദേ നീഡ് സ്പെക്ടക്കിൾസ്, വാക്കിംഗ് സ്റ്റിക്ക്, സോ സംതിങ് ലൈക്ക് ദാറ്റ് വി ക്യാൻ ഹെൽപ്പ് ഇൻ ഗെറ്റിംഗ് ദം. അവർക്ക് കണ്ണാടിയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ നമുക്ക് അവരെ എടുത്തു കൊടുത്ത് നമുക്ക് സഹായിക്കാം. പിന്നെ എങ്ങനെ സഹായിക്കാം? വി ക്യാൻ ഹെൽപ്പ് ദ ഗ്രാൻഡ് പാരന്റ്സിന് എന്താണ്? അവർക്ക് മെഡിസിൻസ് അല്ലെങ്കിൽ അവർക്ക് കറക്റ്റ് ടൈമിന് ഫുഡൊക്കെ എടുത്തു കൊടുക്കാൻ വി ക്യാൻ ഹെൽപ്പ് ദം ഇൻ ടേക്കിംഗ് മെഡിസിൻ ആൻഡ് ഫുഡ് ഓൺ ടൈം. പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് അവർക്ക് ന്യൂസ് പേപ്പർ വായിച്ചു കൊടുക്കാം, അവരുടെ കൂടെ ഗെയിംസ് കളിക്കാം. സോ വാട്ട് ഈസ് ദ മെയിൻ തിങ്? വി നീഡ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം വിത്ത് ദം അല്ലെ? അവരുമായിട്ട് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് അവരോട് വർത്താനം പറഞ്ഞ് സോ അവരെ നമ്മൾ ഹാപ്പി ആയിട്ട് വെക്കണം അല്ലേ? അതുകൂടാതെ അവർക്ക് എപ്പോഴും ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് അവർക്ക് മെഡിസിൻസ്, ഫുഡ്, അവർക്ക് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ആ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. കറക്റ്റ്? Then we studied about who are the other category. We studied about differently abled people അല്ലേ? differently abled people എന്ന് പറഞ്ഞാൽ ആരാണ്? Those who cannot see, hear or walk, they are called what? differently abled people. കണ്ണ് കാണാൻ പറ്റാതെയും നടക്കാൻ പറ്റാതെയും ചെവി കേൾക്കാൻ പറ്റാതെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ എന്ന് പറയുന്നത്. സോ അവർക്കും എന്താണ്? അവർക്കും സ്പെഷ്യൽ കെയർ ആൻഡ് ലവ് കൊടുക്കണം അല്ലേ? നിങ്ങളിപ്പം വെളിയിൽ പോകുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹെൽപ്പ് ദം ഇൻ ക്രോസിംഗ് ദ റോഡ് ആസ് ദേ കനോട്ട് സീ. ഓക്കെ,
സോ അവരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. യു ക്യാൻ പ്ലേ വിത്ത് ദം. അവരുമായിട്ട് നിങ്ങൾക്ക് കളിക്കാം. അവരുമായിട്ട് ഫെസ്റ്റിവൽസ് ഒക്കെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാം. നിങ്ങളുടെ വീടിന്റെ അടുത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ സെലിബ്രേറ്റ് ദ ഫെസ്റ്റിവൽസ് വിത്ത് ദം. യു ക്യാൻ ഗോ ഫോർ എ പിക്നിക് വിത്ത് ദം. പിക്നിക്കിന് പോകാം. സോ അങ്ങനെയുള്ള ആൾക്കാരെ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആൻഡ് ഗ്രാൻഡ് പാരന്റ്സ്, ഓൾഡ് പീപ്പിൾ, അവർക്ക് നിങ്ങൾ സ്പെഷ്യൽ കെയറും ലവും ഒക്കെ കൊടുക്കണം. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി സ്റ്റഡീഡ് ഇൻ അവർ ചാപ്റ്റർ നമ്പർ 2. ഓക്കെ ഓക്കെ ദെൻ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റിലായിട്ട് നമ്മൾ കുറച്ച് പുതിയ വേർഡ്സ് ഗ്ലോസറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ അത് തുറന്ന് നോക്കിയാൽ അറിയാം. പേജ് നമ്പർ 13. അതില് കുറച്ച് ഗ്ലോസറീസ്, പുതിയ പേരുകളൊക്കെ പുതിയ വേർഡ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച പുതിയ വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിക്കേ. പെറ്റേണൽ ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറഞ്ഞ ആരാണ്? റിലേറ്റഡ് ത്രൂ ദ ഫാദർ സൈഡ് ഓഫ് ദ ഫാമിലി. പെറ്റേണൽ ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഫാദറിന്റെ അച്ഛനെയും അമ്മയാണ് നിങ്ങൾ പെറ്റേണൽ ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയുന്നത്. മെറ്റേണൽ ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറഞ്ഞ ആരാണ്? നിങ്ങളുടെ അമ്മയുടെ അച്ഛനെയും അമ്മയാണ് നിങ്ങൾ മെറ്റേണൽ ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയുന്നത്. സോ പെറ്റേണൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാദറിന്റെ അച്ഛനും അമ്മയും. മെറ്റേണൽ ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറഞ്ഞ ആരാണ്? നിങ്ങളുടെ മദറിന്റെ അച്ഛനെയും അമ്മയും. ഓക്കെ, സോ പെറ്റേണൽ ഗ്രാൻഡ് പാരന്റ്സ് ആൻഡ് മെറ്റേണൽ ഗ്രാൻഡ് പാരന്റ്സ്. ഓക്കെ, ദെൻ ദർ ഇസ് എ വേർഡ് കോൾഡ് സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് പറഞ്ഞ ആരാണ്? ഒരു വീട്ടിലുള്ള ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന കുട്ടികളെയാണ് നിങ്ങള് സിബ്ലിങ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഓൾ ടുഗെദർ കോൾഡ് ആസ് സിബ്ലിങ്സ്. ഓക്കെ, എന്താണ്? ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന കുട്ടികളെ നമ്മൾ എന്താണ് പറയുന്നത്? ദേ ആർ കോൾഡ് സിബ്ലിങ്സ്. ഓക്കെ, ദെൻ വി സ്റ്റഡിഡ് അബൌട്ട് നാച്ചുറൽ കലാമിറ്റീസ്. എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂകമ്പം. ഓക്കെ, നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇളക്കങ്ങളെയാണ് നമ്മൾ ഭൂകമ്പം എന്ന് പറയുന്നത്. ദെൻ വി സ്റ്റഡിഡ് അബൌട്ട് സുനാമി. നമ്മളെ കടലിൽ ഉണ്ടാകുന്ന വലിയ തിരമാലകൾ ഇങ്ങനെ അടിച്ചു കയറുന്നതിനാണ് നമ്മൾ സുനാമി എന്ന് പറയുന്നത്. ദെൻ സൈക്ലോൺ. ഓക്കെ, വെരി സ്ട്രോങ് വിൻഡ്, ഭയങ്കര ശക്തമായ കാറ്റുകൾ. നിങ്ങളിപ്പം റീസൺ ഫോർ ചേഞ്ച് ഇൻ ഫാമിലി ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്, നമ്മൾ പ്രകൃതിക്ഷോഭം കൊണ്ടാവുന്ന ചേഞ്ച് ഇൻ ഫാമിലി നമ്മൾ പഠിച്ചു. അതിനകത്തുള്ള വേർഡ്സ് ആണ്. സോ ഗ്ലോസറിയിലുള്ള കുറച്ച് പുതിയ വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്നെങ്കിൽ തുറന്നു നോക്കി നിങ്ങൾ അത് വായിച്ചു നോക്കണം. ഓക്കെ, ദെൻ ഓൺലി യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ചാപ്റ്റർ നമ്പർ 2 ഫിനിഷ് ആയിട്ടുണ്ട്. വി സ്റ്റഡീഡ് അബൌട്ട് ഫാമിലി ട്രീ, ഐഡന്റിക്കൽ ട്വിൻസ്, ഫ്രട്ടേണൽ ട്വിൻസ്. Okay, identical twins are born at the same time to the same parents. Fraternal twins എന്ന് പറഞ്ഞാൽ എന്താണ്? Born at the same time to the same parents but they do not look like same. Okay, so നമ്മൾ ഫാമിലി സെറ്റപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഉണ്ടാകുന്ന വിവിധ റീസൺസ് കണ്ടു. എന്തൊക്കെയായിരുന്നു? ട്രാൻസ്ഫേഴ്സ്, നാച്ചുറൽ കലാമിറ്റീസ്, വെഡിങ് ആൻഡ് ബർത്ത്. ഇതാണ് നമ്മൾ ചാപ്റ്റർ നമ്പർ 2 പഠിച്ചത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Now today we will start chapter number 3. Okay, so we will see what is chapter number 3. Okay, so chapter number 3 is building houses. Okay, so chapter number 3 we will see about different types of houses and how they are built. Okay, so chapter number 3, building houses. So we live in different type of houses. Houses are designed in different ways according to the climate and surroundings. So നമ്മൾ എല്ലാവരും പലതരത്തിലുള്ള വീടുകളിലാണ് താമസിക്കുന്നത് അല്ലെ. ചിലർ ചെറിയ കുടിൽ പോലെ ചെറിയ വീട്ടിൽ താമസിക്കുന്നത്, ചിലർ വലിയ വീട്ടിലാണ് താമസിക്കുന്നത്, ചിലർ ഫ്ലാറ്റ്സിലാണ് താമസിക്കുന്നത്, ചിലർ അപ്പാർട്ട്മെന്റ്സിലാണ് താമസിക്കുന്നത് അല്ലെ. സോ ഹൗസസ് ആർ ഡിസൈൻഡ് ഇൻ ഡിഫറെന്റ് വേസ് according to the climate and the surroundings. നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ ക്ലൈമറ്റ്, കാലാവസ്ഥയും നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാടും എങ്ങനെയാന്നുള്ള ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഹൗസസ് ആർ ഡിസൈൻഡ് ഇൻ ഡിഫറെന്റ് വേസ് according to the climate and the surrounding. ഓക്കെ, സോ നമ്മുടെ ചുറ്റുപാട്, അതായത് മഴ കൂടുതലുള്ള സ്ഥലങ്ങളിലത്തെ പോലെ വീടായിരിക്കില്ല മഞ്ഞ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുക. സോ നമ്മുടെ ക്ലൈമറ്റ്, ഒരു നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ക്ലൈമറ്റ് എങ്ങനെയാന്നുള്ള ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വീടുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ,
So in this chapter we will study about different types of houses. First type is stilt house. Okay, stilt, stilt, stilt house. So എന്താണ് stilt house എന്ന് പറഞ്ഞാല്? Houses that are built at a height on strong bamboo pole called stilts to avoid water from entering the house. They have sloping roof to let water slide down easily. എന്താണ് സ്റ്റിൽറ്റ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അതായത് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അടിയിൽ ഇങ്ങനെ കമ്പ് നാട്ടിയിട്ടാണ് അല്ലേ? മുളയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടോ, അടിയിൽ ഇങ്ങനെ കമ്പുകൾ ഇങ്ങനെ നാട്ടിയിരിക്കുന്നുണ്ടോ? മുളയാണ് ഇത്. ഓക്കെ, സോ ഈ വീട് മുള ഇവിടെ നിർത്തിയിട്ട് അതിന്റെ പുറത്താണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ക്യാൻ യു സീ? സോ എന്താണ്? ഹൗസസ് that are built at a height on strong bamboo called stilt. ഇതിന് നമ്മൾ അടിയിലുള്ള ഈ മുളയുടെ കൊണ്ടുള്ള ആ കാലിനാണ് നമ്മൾ സ്റ്റിൽറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനത്തെ വീട് നിർമ്മിക്കുന്നത്? അതായത് ചില ഏരിയയിൽ മഴ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്. ലൈക്ക് ആസാം, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് ആസാം എന്ന് പറയുന്നത്. ആസാം. ഓക്കെ, ആ സ്ഥലത്ത് നല്ലോണം മഴ പെയ്യുന്ന സ്ഥലമാണ്, എപ്പോഴും മഴ പെയ്യുന്ന സ്ഥലമാണ്. സോ അങ്ങനെയുള്ള മഴ കൂടുതലുള്ള സ്ഥലത്ത് എന്താണ്, നമ്മൾ സാധാരണ പോലെ നമ്മുടെ പോലെ വീട് കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ വീടിനകത്തേക്ക് വെള്ളം കയറും. ഓക്കെ, സോ ടു അവോയ്ഡ് വാട്ടർ ഫ്രം എൻറ്ററിങ് ഹൗസ് they are building especially in Assam area, they are building their house like this. സോ ഇങ്ങനെ ഒരു മുളയുടെ പുറത്ത് ഇങ്ങനെ കുത്തിയിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ വീട് നിർമ്മിക്കുമ്പോൾ എന്താണ്, വെള്ളപ്പൊക്കം വന്നാലും നമുക്ക് വീടിനകത്തേക്ക് വെള്ളം കയറില്ല. ഓക്കെ, സോ ദീസ് ആർ കോൾഡ് സ്റ്റിൽറ്റ് ഹൗസ്. അതുകൂടാതെ എന്താണ്, അവരുടെ റൂഫ് കണ്ടോ, മേൽക്കൂര എന്ന് പറയുന്നത് കണ്ടോ, ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുണ്ടാവും, ഇങ്ങനെ ചെരിച്ചായിരിക്കും അവർ പണിയുക. സോ എന്താണ്, മഴ പെയ്താലും വെള്ളം ഇതിലേക്കൂടെ ഒലിച്ച് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദേ വിൽ നോട്ട് ഹാവ് ഫ്ലാറ്റ്. നമ്മുടെയൊക്കെ വീട്ടിൽ, ഇവിടെ ടെറസിലുള്ള വീട്ടിലൊക്കെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ഉണ്ടല്ലോ, നമ്മുടെ മേൽക്കൂരയൊക്കെ ഫ്ലാറ്റ് ആയിട്ട് ഉണ്ടാവും. അങ്ങനെയുള്ള വീടുകൾ അവിടെ ഉണ്ടാവില്ല. സോ ദേ ഗോട്ട് സ്ലോപ്പിംഗ് റൂഫ്. ഇത് കണ്ടോ, ചെരിവുള്ള റൂഫാണ് അവർക്ക് ഉണ്ടാവുക. ഓക്കെ, സോ ദീസ് ആർ കോൾഡ് സ്റ്റിൽറ്റ് ഹൗസ്. ഓക്കെ, മുളയുടെ പുറത്ത് ഉള്ള ഹൗസിനെയാണ്, മുളയുടെ പുറത്ത് അടിയിൽ മുള നാട്ടിയിട്ട് അതിന്റെ പുറത്ത് ഹൗസ് ഉണ്ടാക്കുമ്പോഴാണ് അതിനെ സ്റ്റിൽറ്റ് ഹൗസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഹൗസ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? കൂടുതൽ മഴയുള്ള സ്ഥലങ്ങളിൽ മഴവെള്ളത്തില് വീടിനകത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ ഒരു ഹൈറ്റ് വെച്ചിട്ട് ബാമ്പു ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് അതിന്റെ പുറത്താണ് നമ്മൾ വീട് പണിയുന്നത്. അതുകൂടാതെ അവരുടെ റൂഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെരിവുള്ള റൂഫായിരിക്കും. അപ്പൊ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ എളുപ്പം ഒലിച്ച് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ ചിൽഡ്രൻ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഞാനൊരു സ്റ്റിൽറ്റ് ഹൗസിന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം.
എന്താണ് പറയാ, മുളയുടെ പുറത്ത് എത്ര ഹൈറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ. അപ്പൊ താഴെ മുഴുവൻ വെള്ളമാണ്. സോ ദ വാട്ടർ ഈസ് നോട്ട് എൻറ്ററിങ് ഇൻ ടു ദ ഹൗസ്. കാരണം എന്താണ്, അത്രയും ഹൈറ്റിലാണ്, താഴെ മുള വെച്ചിട്ട് അത്രയും ഹൈറ്റിലാണ് ആ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വീടിനകത്തേക്ക് കണ്ട ചുറ്റുപാടും വെള്ളമാണ്, പക്ഷെ വീടിനകത്തേക്ക് വെള്ളം കയറുന്നുണ്ടോ? ഇല്ല. സോ ദീസ് ഹൗസസ് ആർ മെയ്ഡ് ഇൻ പ്ലേസസ് വേർ ഹെവി റെയിൻഫോൾ, അധികം മഴയുള്ള സ്ഥലത്താണ് ഇങ്ങനത്തെ വീടുകൾ നിർബന്ധിക്കുന്നത്. എവിടെയാണ്? ലൈക്ക് ആസാം, നമ്മുടെ ഇന്ത്യയിലുള്ള ആസാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലത്തെ വീടുകളാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, യു ക്യാൻ സീ അനദർ വീഡിയോ. Monster Math presents Counting to 10. Okay, class, let's count these munchkins together. 1. Good morning, children. But do you know, houses are made according to the climatic conditions of a particular place. Can we have houses with flat roofs in the places of heavy snowfall? No. The snow gets collected on the rooftop. It will be very difficult to remove the snow. Hence, the houses have sloping or slanting roof so that the snow can slide off easily. What kind of houses should be there where it rains a lot? Firstly, we cannot have flat roofs as the rainwater will collect and damage the house. So they should have sloping roofs. Secondly, if the house is on the ground, the water will enter the house and all the rooms will get filled with water. So, what can be done? How about raising the house? Now the water won't be able to enter the house. These houses are called houses on stilts. Hence, in the areas where it rains a lot, the houses are built on stilts and have sloping roofs. The So children, I hope it's clear.